ഇന്ന് മഹാശിവരാത്രി. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കുക. രാത്രിയാണെങ്കിലും പുലർച്ചെ മുതൽ തന്നെ ആളുകൾ എത്തി തുടങ്ങി. നാളെ ഉച്ചവരെ ആയിരങ്ങൾ തർപ്പണം നടത്തും. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ആലുവ മണപ്പുറം നമുക്കറിയാം വൈശിഷ്ട്യമായ സ്ഥലമാണ്. അവിടെ അനവധി ആയിരക്കണക്കിന് ആളുകൾ എത്തി ബലിതർപ്പണം നടത്തി മടങ്ങാറുണ്ട്. ഒപ്പം ശിവരാത്രി ആഘോഷവും അവിടെ വലിയ ആചാരപൂർവ്വം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ? രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണെന്ന് തോന്നുന്നു, അല്ലേ? രഞ്ജിത്ത്, ഒരു തിരക്കിലേക്ക് ഈ ദിവസങ്ങളിലെ ഒരു വലിയ തിരക്കിലേക്ക് ആലുവ ക്ഷേത്ര പരിസരവും മണപ്പുറവും എല്ലാം തന്നെ മാറുകയാണ്. ഇന്ന് രാത്രിയാണ് ശിവരാത്രി വിളക്ക്. അത് ഔദ്യോഗികമായ ഈ തർപ്പണ ചടങ്ങുകൾക്കടക്കം ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള തർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് രാത്രിയോടുകൂടിയാണ്, ശിവരാത്രി വിളക്കോടുകൂടിയാണ് തുടക്കമാകുന്നത്. ഇവിടെ ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ അതിനുള്ള ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കും. നമ്മൾ അതിന് സമീപമുള്ള മണപ്പുറത്തെ ബലി തർപ്പണ ചടങ്ങുകൾക്കാണ് സമീപമാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ആകുമ്പോൾ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു തിരക്കിൻ്റെ വലിയ ഒരു പാരമ്യതയിലേക്കെല്ലാം തന്നെ എത്തുകയും ചെയ്യും. ഇന്ന് രാത്രി ശിവരാത്രി വിളക്കും പൂജയും എല്ലാം ആവുന്നതോടുകൂടി മഹാശിവരാത്രിയുടെ ഒരു ചൈതന്യത്തിലേക്കെല്ലാം തന്നെ ഈ പരിസരവും എല്ലാം തന്നെ മാറും. നിരവധിയായ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്നായി ഇവിടേക്ക് പിതൃമോക്ഷ ചടങ്ങുകൾക്ക് ശിവരാത്രി ദിവസങ്ങളിൽ ആലുവ മഹാദേവ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നത് വളരെ നാളുകളായുള്ള ഒരു വഴക്കവും പരിചയവും എല്ലാം തന്നെയാണ്. ഇവിടെ പെരിയാറിൻ്റെ തീരത്ത് അതിനു വേണ്ടിയായുള്ള തർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ബലിത്തറകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. 116 ബലിത്തറകളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണയായി തന്നെയും ഈ ദിവസങ്ങളിലെല്ലാം ഈ പരിസരങ്ങളിലെല്ലാം തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ നടക്കാറുണ്ടെങ്കിലും ഈ ദിവസങ്ങൾ അത് വളരെയേറെ പ്രധാനപ്പെട്ടതുമെല്ലാം തന്നെയാണ്. പെരിയാറിൻ്റെ ഈ തീരത്ത് ഇവിടെ വന്ന പിതൃമോക്ഷ ചടങ്ങുകൾക്കായുള്ള തർപ്പണം എല്ലാം നടത്തി തിരിച്ചു പോവുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്നെല്ലാം തന്നെ പറയുന്നത്. ജനത്തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് തർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരു ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആലുവയിലേക്ക് എത്തുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. KSRTC ബസ്സും ഏതാണ്ട് 200-ലധികം സർവീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു. കൊച്ചി മെട്രോ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് 1500-ലധികം പോലീസുകാരെ ഈ മേഖലയിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ ഒരു സുരക്ഷ മുൻകരുതലും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കുന്നതിനുമെല്ലാം തന്നെ വേണ്ടിയാണ് പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള ഈ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ആലുവ നഗരസഭയും ചേർന്നുകൊണ്ട് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, വിപുലമായ ഒരുക്കങ്ങൾ ഈ ദിവസത്തിലേക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കിൻ്റെ ഒരു പാരമ്യതയിലേക്ക് ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ ഈ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ മാറുകയും ചെയ്യും. നമ്മൾ സ്ഥിരമായി നമ്മളിവിടേക്ക് എത്തുമ്പോൾ കാണുന്ന ഈ ദിവസത്തിൻ്റെ ഇനി അങ്ങോട്ടായി ഈ ദിവസത്തിൻ്റെ ഇനി 2 ദിവസങ്ങളിലേക്കോ വലിയ തിരക്കിലേക്ക് എല്ലാം തന്നെ മാറും. ഇന്ന് രാത്രിയാണ് ഏറ്റവും വിശേഷപ്പെട്ടതായി കരുതുന്നത്. മഹാശിവരാത്രിയാണ്. രാത്രി അതിൻ്റെ ഒരു ഉറക്കമൊളിപ്പും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി, ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഈ ക്ഷേത്ര പരിസരത്തെത്തി സന്നിധിയിലെത്തി ഇവിടെ ശിവരാത്രി ദിവസം ഉറങ്ങാതിരുന്ന് അതിൻ്റെ ഒരു ചൈതന്യം ഏറ്റുവാങ്ങി കടന്നു പോവുക എന്ന രീതിയിലെല്ലാം തന്നെയാണ് ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ഇവിടേക്ക് അങ്ങനെ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടേക്ക് ഭക്തർ എത്തുന്നതും രാത്രി ഇവിടെ കഴിയുന്നതിനും വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുമുണ്ട്. ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തർപ്പണ ചടങ്ങുകളും എല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ശിവരാത്രി ദിവസം ഇന്ന് രാത്രിയെല്ലാം അതിൻ്റെ തിരക്കിലും നാളെ ഉച്ചവരെയും ഈ തർപ്പണ ചടങ്ങുകൾക്ക് എല്ലാം ഇവിടേക്ക് എത്തും വലിയ തിരക്കെല്ലാം അനുഭവപ്പെടുമ്പോൾ ചൊവ്വാഴ്ച കുംഭമാസത്തിലെ അമാവാസിയാണ്. അന്നും പിതൃമോക്ഷ ചടങ്ങുകൾക്കായി തർപ്പണം ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടർച്ചയായ 3 ദിവസം ഇത്തവണ തിരക്ക് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ തിരക്കിൻ്റെ എല്ലാം തന്നെ വലിയ ഒരു പരിസരം തന്നെയായിരിക്കും ആലുവയിലുണ്ടാകുക. ഇവിടേക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നു. ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നവരുടെയും അല്ലാതെയും ഈ ദിവസത്തിൻ്റെ ഒരു ചൈതന്യത്തിൽ ഇവിടേക്ക് മണപ്പുറത്തേക്കും എല്ലാം എത്തുന്നവരുടെയും
എണ്ണം വളരെ കൂടുതലാണ്. ഇവിടെ സമീപത്ത് തന്നെയും അതിന് അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പവലിയൻ മറ്റ് കാര്യങ്ങളുമെല്ലാം ഇതിനപ്പുറം ഈ തർപ്പണ ചടങ്ങുകൾക്കപ്പുറമായിട്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ദിവസം മഹാശിവരാത്രി ദിവസം ആലുവയുമായിട്ട് തന്നെയും കൂടുതലായും ഇവിടേക്ക് ആളുകൾ എത്തുകയാണ് കൂടുതലായിട്ട് തന്നെ പതിവ്. അതോടൊപ്പം തന്നെ തർപ്പണ ചടങ്ങുകൾക്കായി മറ്റിടങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും പെരിയാറിൻ്റെ പടവുകളിൽ ഇവിടെ പിതൃമോക്ഷ ചടങ്ങുകൾക്ക് തർപ്പണം നടത്തുക എന്നത് തന്നെയാണ് ഏറ്റവും സവിശേഷമായിട്ട് തന്നെ കാണുന്നത്. ഈ ക്ഷേത്രവും പരിസരവുമെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കിലേക്ക് നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തിരക്കിലേക്ക് ക്ഷേത്രവും പരിസരവുമെല്ലാം അതിലേക്ക് അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം കഴിയുന്തോറും ആളുകളുടെ എണ്ണവും എല്ലാം തന്നെ കൂടി വരും. മോക്ഷച്ചടങ്ങുകൾക്കായി തർപ്പണം നടത്താനെത്തുന്നവരുടെ എണ്ണവും കൂടും. വൈകുന്നേരമാകുമ്പോൾ പൂർണ്ണമായും ഈ പരിസരവുമെല്ലാം തന്നെ വലിയ ആൾത്തിരക്കിലേക്കെല്ലാം തന്നെ മാറും. രാത്രിയാണ് മഹാവിളക്കുമെല്ലാം നടക്കുന്നത്. ശിവരാത്രി ആ സമയത്തേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്ര പരിസരമെല്ലാം തന്നെ വലിയ ജനസഞ്ചയമായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കാത്തിരിപ്പിലേക്ക് നീങ്ങുന്ന ഒട്ടനവധി പേരുണ്ട്. കാരണം ഈ ദിവസങ്ങൾ പൂർണ്ണമായും തന്നെ ആ ക്ഷേത്രത്തിലും അതിൻ്റെ പരിസരത്തും ഈ ആലുവായിലും ആ ക്ഷേത്ര പരിസരത്തുമെല്ലാമായിട്ട് തന്നെ ചിലവഴിക്കുന്ന ഒട്ടനവധിയായ ആളുകളുണ്ട്. പ്രായമായവരുമെല്ലാം ഈ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞതായിട്ട് തന്നെ കാണുന്നു. അവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള അന്നദാനവും മറ്റും ക്ഷേത്രവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കി പൂർണ്ണമായ ഒരുക്കത്തിലേക്കെല്ലാം തന്നെ ആ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ മാറിയിരിക്കുന്നു. രാത്രിയാണ് മഹാവിളക്ക്, ശിവരാത്രി വിളക്ക് എല്ലാം നടക്കുന്നത്. അതിനുശേഷം പൂർണ്ണമായും തന്നെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ബലിത്തർപ്പണ ചടങ്ങുകളിലേക്കടക്കം പൂർണ്ണമായും ഈ പരിസരവും എല്ലാം തന്നെ മാറും. വലിയ ആൾത്തിരക്കിലേക്കെല്ലാം പെരിയാറും അതിൻ്റെ തീരങ്ങളും മാറുകയാണ്. അതാണ് സാഹചര്യം. ആലുവ മണപ്പുറത്ത് വലിയ സവിശേഷമായ ആഘോഷ ചടങ്ങുകൾ ആചാരപരമായി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങോട്ടേക്ക് വിശ്വാസികൾ വന്നു ചേരുകയാണ്. വൈശിഷ്ട്യത ഏറെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ആലുവ ശിവക്ഷേത്രം എന്നതുകൂടി ഓർത്തു വെക്കണം. ഡാനി പോളാണ് വിവരങ്ങൾ.